ഹായ് മക്കളെ, നമ്മുടെ ഫോഴ്സ് ബലം എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം. ഇവിടെ നോക്കുക, ഒരാളുണ്ടല്ലേ, ആ ആൾ ഒരു ബോക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പുഷ് ചെയ്യുന്നത് എന്താണ്, ഒരു സർഫസിൽ വെച്ചിട്ടാണ് അല്ലേ. ഇതാണ് ആ സർഫസ് എന്ന് പറയുന്നത്. ആ സർഫസിലാണ് നമ്മുടെ ബോക്സ് ഇരിക്കുന്നത്. ഇനി അദ്ദേഹം ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ്, പുഷിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും അല്ലേ. ഓഫ് കോഴ്സ് പുഷിംഗ് ഫോഴ്സ്, നമ്മളൊരു ബലം തള്ളു കൊടുക്കുമ്പോൾ ആ ബോക്സ് എന്തായാലും ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും ചലിക്കുക? അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും. അപ്പോൾ എന്താണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് താഴെയാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെ നോക്കുക, ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ചലിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ തുടങ്ങുമ്പോഴോ ആണ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു പോയിന്റാണ് നമ്മൾ ആദ്യം മനസ്സിൽ വെക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ നമ്മുടെ സർഫസ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനാണ്. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രതലം എന്ന് പറയാം, ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ മോഷന്റെ ഡയറക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണം എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഘർഷണ ബലം, ഘർഷണ ബലം ഈ ഒരു ഡയറക്ഷൻ. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മുടെ സർഫസ് അല്ലെങ്കിൽ പ്രതലം എന്ന് പറയുന്നതും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും പരസ്പരം സമാന്തരമായിട്ടാണ്, അഥവാ പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, ഇറ്റ്സ് പാരലൽ ടു ദ സർഫസ്. വസ്തുവിന്റെ അല്ലെങ്കിൽ പ്രതലത്തിന് സമാന്തരമായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒബ്ജക്റ്റിന്റെ മോഷനെ ഓപ്പോസ് ചെയ്യുന്നു അല്ലെ, വസ്തുവിന്റെ ചലനത്തിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. നോക്കാം. ഓക്കെ, ഇതാണ് ഫ്രിക്ഷന്റെ ഡെഫിനിഷൻ. When a body moves or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between the surface. Okay, this is known as friction. അതായത് ഒരു പ്രതലം അതിന്റെ മറ്റൊരു പ്രതലത്തിലൂടെ ഒരു വസ്തു ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ ആണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. ഇതെന്താണ് ചെയ്യുക? ആപേക്ഷിക ചലനത്തെ എതിർക്കുന്നു, ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ എതിർക്കുന്നു. അങ്ങനത്തെ തരത്തിലുള്ള അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായിട്ടുള്ള ഒരു ബലമുണ്ട്. ആ ഒരു ബലമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, നമ്മൾ ഫ്രിക്ഷൻ അഥവാ ഘർഷണം എന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ മോഷനെ ഓപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ബലമാണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഒബ്ജക്റ്റിന്റെ സ്പീഡിനെ സ്ലോ ചെയ്യുന്ന ആളാണ് ഫ്രിക്ഷൻ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, അതായത് ഘർഷണം രണ്ട് രീതിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കാം. ഇവിടെ ഒരാൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മരം എന്ത് ചെയ്യണം, രണ്ട് പേര് ചേർന്നിട്ട് നിരക്കിയാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിലുള്ളതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ്, when a body slides on the surface of another body, the force of friction we called as sliding friction. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിൽ കൂടി നിരക്കിയാണ് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ നമ്മൾ വിളിക്കുന്നതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ നിരങ്ങൽ ഘർഷണം എന്ന് പറയും. നെക്സ്റ്റ്, ഇനി ഇവിടെ നോക്കുക, രണ്ടുപേര് ചേർന്നിട്ട് അതേ മരത്തടി തന്നെ ഉരുട്ടിയാണ് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോഴും ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടാകുന്നുണ്ട്, ചലനം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഇവിടെ നോക്കാം, when a body rolls over the surface of another body, the force of friction which originates we called as rolling friction. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുകയാണെങ്കിൽ അപ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് ഉരുളൽ ഘർഷണം. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഉരുളൽ ഘർഷണമാണോ നിരങ്ങൽ ഘർഷണമാണോ ഏറ്റവും കൂടുതൽ? നമുക്കറിയാം വസ്തുവിനെ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നിരങ്ങൽ ഘർഷണത്തിലാണ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ്. അപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും റോളിംഗ് ഫ്രിക്ഷനേക്കാൾ ഏറ്റവും കൂടുതൽ. നോക്കാം, റിലേഷൻ നോക്കാം.
ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതായത് ഉരുള ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് ഫോഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ് തന്നെ രണ്ട് രീതിയിലുണ്ട്, കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് നോക്കി. അതിനുശേഷം നമ്മൾ നോക്കിയത് ഫ്രിക്ഷൻ അഥവാ ഘർഷണം എന്താണ്. ഈ ഫ്രിക്ഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. ഓക്കെ.